വഴി വിഷയത്തിൽ അയൽക്കാർ തമ്മിൽ തർക്കവും കേസും. മുച്ചക്ര വാഹനം വീട്ടിലെത്തിക്കാനാകുന്നില്ല എന്ന പരാതിയുമായി വീട്ടമ്മ. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്തെ വഴി പ്രശ്നത്തിൽ തനിക്ക് അനുകൂലമായാണ് സമീപകാലത്ത് കോടതി വിധി പറഞ്ഞതെന്നാണ് അയൽവാസിയുടെ പ്രതികരണം. വർഷങ്ങൾക്ക് മുൻപ് വീഴ്ചയിൽ പറ്റിയ പരിക്ക് ബിന്ദുവിന് സ്വതന്ത്രയായി സഞ്ചരിക്കുന്നതിന് ഇന്നും തടസ്സമാണ്. വാഹനമെത്തുന്ന വഴിയിൽ നിന്നും 200 മീറ്റർ ഒറ്റയടിപ്പാത കടന്നാൽ മാത്രമേ കന്യാർകുഴി താഴത്തേതിൽ വീട്ടിലെത്താനാകൂ. ഇവിടെ പാതയ്ക്ക് 3 അടി വീതിയുണ്ട്. ആകെ കാട് കയറിയ നിലയിലാണ്. വഴി തെളിക്കാൻ അയൽക്കാരൻ അനുവദിക്കുന്നില്ലത്രേ. മേഖലയിൽ 1971 സ്ഥലം വാങ്ങി വീട് വെച്ചതാണ് ബിന്ദുവിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ. പുതുവഴിയ 71 തൊട്ട് ഈ മലയോര ഗ്രാമം കിട്ടിയപ്പോൾ തൊട്ടുള്ള ഒരു പുതുവഴിയാണ്. ഈ വഴി വന്നതിന് ശേഷമുള്ള വഴികളായി നാട്ടിൽ മൊത്തം വലിയ വികസനങ്ങളായിരിക്കുന്നത്. ഈ വഴി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വഴിയെ കൂടെ പ്രായമുള്ളവരും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന റേഷൻ കടയിൽ പോകുന്ന എല്ലാം ഉള്ളൊരു വഴിയാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല നമുക്ക് മെയിൻ റോഡ് പാടം എത്താൻ. കാലിന്റെ വൈകല്യം കണക്കിലെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ബിന്ദുവിന് മുച്ചക്ര വാഹനം അനുവദിച്ചിരുന്നു. വഴിയില്ലാത്തതിനാൽ വണ്ടി മറ്റൊരു വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുൻപ് വീതിയേറിയ വഴിയുണ്ടായിരുന്ന ഭാഗമായിരുന്നു ഇതത്രേ. അത് അവർ തരുന്നില്ല. പഞ്ചായത്തുകാർ പറഞ്ഞിട്ട് പോലും തരുന്നില്ല. പഞ്ചായത്തിൽ ആസ് ലിസ്റ്റിൽ കൊള്ളിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയത്. എൻ്റെ വണ്ടികളൊന്നും ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ഭാര്യ ഇവിടുന്ന് മേളിലോട്ട് എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴാണ് എൻ്റെ ഒരു 6 മാസം 7 മാസം ആയതേ ഉള്ളൂ എൻ്റെ പെണ്ണുമ്പോൾ ഒരുമാതിരി നടക്കാൻ തുടങ്ങിയിട്ട്. വഴി വിഷയത്തിൽ ഇരു കൂട്ടരും പലയിടത്ത് പരാതി നൽകി. പഞ്ചായത്തിൽ നിന്നും കോടതി നിർദ്ദേശാനുസരണവും സ്ഥലപരിശോധനകളുണ്ടായി. നടപടിയുടെ ഇരുവശത്തെയും ഭൂമിയുടെ ഉടമ മുഹമ്മദ് മുസ്തഫയാണ്. അദ്ദേഹം പറയുന്നത് മറ്റൊന്നും. മാനുഷിക പരിഗണനയിലാണ് 3 അടി വഴി നൽകിയത്. എന്നാൽ വാഹനം പോകുന്നതിനുള്ള സൗകര്യം വേണമെന്ന നിലപാടാണ് ബിന്ദുവിന്റെ കുടുംബം പിന്നീട് സ്വീകരിച്ചത്. അടൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ച ഒരു സംഘം ആളുകൾ 4 വർഷം മുൻപ് വഴിവെട്ടി. ഇതിനെതിരെ താൻ നൽകിയ ഹർജിയിന്മേൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഹമ്മദ് മുസ്തഫ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.